ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുതിയനയിൽ ചിക്കനാണ്, ചിക്കൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ 1 കിലോൻ്റെ അടുത്ത് ബോൺലെസ് ചിക്കനായിട്ട് അതിന് വേണ്ടത്. ബോൺ ഉള്ളതല്ല, ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഇതേപോലെ ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് അതിന് മെയിനായിട്ട് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ യൂസ് ചെയ്തത്. അതിട്ടതിന് ശേഷം പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കോൺഫ്ലവർ ഉപ്പും പെപ്പറൊക്കെ കൂടിയിട്ട് ചിക്കൻ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാ ഭാഗത്തും നല്ല മിക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ സെറ്റായി നല്ല മിക്സ് ചെയ്ത് ഇതൊരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് 2 കെട്ട് പുതിന, 1 കെട്ട് മല്ലിച്ചപ്പ്. പുതിനയാണ് കൂടുതൽ വേണ്ടത്. അത് എന്ത് ചെയ്യണം, ഈ പുതിന നമ്മൾ ആ തണ്ടും വന്ന് എല്ലാം വേറെ എടുത്ത് ഒറ്റ ലീഫാക്കി എടുക്കണം. മല്ലിച്ചപ്പ് പിന്നെ അതിൽ ചെറിയ തണ്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മല്ലിച്ചപ്പും ചെറിയ ലീഫാക്കി എടുക്കാം. പുതിന പെട്ടെന്ന് നമുക്ക് ഒറ്റയായിട്ട് എടുക്കാൻ കിട്ടും കേട്ടോ. മല്ലിച്ചപ്പും കിട്ടും, പക്ഷെ നമ്മളത് കട്ട് ചെയ്യല്ലേ എപ്പോഴും ചെയ്യില്ല. ഇത് ഞാൻ എല്ലാതും ഒറ്റയാക്കിയിട്ട് പുതിന അതേപോലെ ഒറ്റ ലീഫാക്കിയിട്ട് നമ്മളെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലിച്ചപ്പ് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഇതേപോലെ ചെറിയ തണ്ടുണ്ടെങ്കിലും പ്രശ്നമുണ്ട്, നൈസ് തണ്ടിലുണ്ടാവുക, അത് പ്രശ്നമല്ല. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് വേണം ഇത് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് ചിക്കന് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നല്ല ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഞാൻ ഒരു സൈഡ് ഇട്ട് കൊടുത്തു, പിന്നെ മറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തു. അതൊന്നായിട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ആക്കിയെടുക്കുക. എന്നിട്ട് അത് ഒരു ട്രിപ്പ് ഞാൻ അടുത്ത് ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫ്രൈ ചെയ്തതിൽ ഒരുപാട് കോക്കനട്ട് ഓയിൽ ഉണ്ടാകും, അത്ര നമുക്ക് വേണ്ട. നമുക്ക് ഒരു കുറച്ച് മതി, അതിന് കുറച്ചെടുത്ത് മാറ്റണം. അതിലേക്ക് എന്ത് ചെയ്യണം, ഈ ലീഫൊക്കെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഇലകളൊക്കെ ഒന്ന് വാടണം, ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി, അതൊന്ന് ഇപ്പം ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് ഒന്ന് വാടി അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് ഇളക്കി അവസാനം ഇങ്ങനെ ഇതേപോലെ ആകുമ്പോൾ ഇതേപോലെ നമുക്ക് വാടി കിട്ടണം. ഇളക്കിയിട്ട് പിന്നെ അവസാനം നമുക്ക് വേണ്ട ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ വേണ്ടത് ഒരു 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്, അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്കത് ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് വേണ്ടത് ഇത് ഒരു ചൂടക്കറി തണുപ്പാവണം. എന്നിട്ട് നമുക്കത് ജാറിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരണം. ഇത് ഞാൻ അരച്ച് കൊടുക്കുന്നതാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് പിന്നെ ഒന്ന് ലൈറ്റ് ചൂടാവുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബാക്കി എടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ, ആ വെളിച്ചെണ്ണ കുറച്ചൊന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തുള്ളി ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്തിട്ടൊന്ന് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകണം. ആ ഇലകളുടെ പച്ച ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് പോയിട്ട് ആവും. അതൊന്ന് ആവുമ്പോൾ നമ്മൾ ജാറിൽ കുറച്ച് പേസ്റ്റ് കൂടി ബാക്കി ഉണ്ടാവും. അതിൽ തുള്ളി വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം വേണ്ട, തുള്ളി ആ ജാറിൻ്റെ പേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് തുള്ളി വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അതിൻ്റെ പച്ച മണം, അതിൻ്റെ ബബിൾ പോലെ വരും. അതെല്ലാം തള വരുന്ന അങ്ങനത്തെ ടൈം ആകുമ്പോൾ, ഈ ബബിൾ പോലെ വരുന്ന സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ മസാലയും ആ ചിക്കനും ഒക്കെ കൂടി ഒന്നാകുമ്പോൾ സെറ്റാവണം. ചിക്കൻ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കണേൽ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, ഈ മസാലയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കുറച്ച് ഉപ്പിട്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നോക്കിയിട്ട് വേണം, കാരണം അധികം ഗ്രേവി നമ്മൾ ആക്കുന്നില്ല, അപ്പോൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഒന്ന് അടച്ചു വെക്കണം. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് തുറന്നതിന് ശേഷം ഒന്ന് തിളച്ച് അതിൻ്റെ ആ വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തത്. തൈര് ഫോർക്ക് വെച്ചിട്ട് ഒരു ഫ്രഷ് ക്രീം രൂപത്തിൽ നമുക്കൊന്ന് ലൂസാക്കിയതാണ്. ഒന്ന് ലൂസാൻ വേണ്ടി ഫോർക്ക് വെച്ചിട്ട് അതാക്കിയാൽ മതി. ഇനി ഫോർക്ക് ഇല്ലാത്തവരാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എപ്പോഴും മീഡിയത്തിൽ വേണം ഫ്ലെയിം വെക്കാൻ കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതാ ചിക്കൻ ഇതൊക്കെ കൂടി നിന്ന് സെറ്റാവണം. തൈരും ചിക്കൻ മസാലയൊക്കെ കൂടി നിന്ന് സെറ്റാവണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പുതിന ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടത്. ഇത് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ റൈസ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.